നീ ഒരു ആടിനെ അറുത്തിട്ട് ആടിന്റെ ഏറ്റവും നല്ല അവയവം കൊണ്ടുവരണേ. ഉടനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരു ആടിനെ അറുക്കുകയാണ്. എന്നിട്ട് അത് ആടിന്റെ ഏറ്റവും നല്ല മാംസമാകുന്ന നാവും ഹൃദയം കൊണ്ടുവരികയാണ്. മറ്റൊരിക്കൽ വിളിച്ചിട്ട് പറയുന്നു, നീ വീണ്ടും ഒരു ആടിനെ അറയ്ക്കണോ? എന്തിനാണ് ആടിനെ അറച്ചിട്ട് ആടിന്റെ ഏറ്റവും മോശപ്പെട്ട അവയവുണ്ടല്ലോ അതിനെ കൊണ്ടുവരണേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആടിനെ അറച്ചിട്ട് ആടിന്റെ ഏറ്റവും മോശപ്പെട്ട അവയവം കൊണ്ടുവരികയാണ്. അതും ഏത് തന്നെയാണ്? നാവാണ്, ഹൃദയമാണ്. ആ സമയത്ത് രാജാവ് ചോദിക്കുകയാണ്, ലുക്മാൻ, ഞാൻ എന്നോട് ആടിനെ അറുത്തിട്ട് ഏറ്റവും നല്ല അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നീ കൊണ്ടുവന്നത് നാവും ഹൃദയവുമാണ്. പോരാ, ആടിനെ അറുത്തിട്ട് മോശമായ അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നീ കൊണ്ടുവന്നത് അതാ നാവും അതുപോലെ തന്നെ ഹൃദയവുമാണല്ലോ. ഇത് എന്തുകൊണ്ടാണ് ലുക്മാൻ? അപ്പോൾ ആ രാജാവിനോട് പറയുകയാണ്, രാജാവേ, ഈ നാവും ഹൃദയം ഉണ്ടല്ലോ അത് നന്നായാൽ അതിനേക്കാൾ നല്ല അവയവം മറ്റൊന്നും ഇല്ല. എന്നാൽ നാവും ഹൃദയം മോശമായ അതിനേക്കാൾ മോശപ്പെട്ട അവയവം വേറെ ഒന്നുമില്ല രാജാവേ. അപ്പൊ നാവും ഹൃദയം പ്രിയപ്പെട്ടവരെ നന്നാവണം, ശുദ്ധിയാവണം, ക്ലിയറാവണം. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ, നാവും അതുപോലെ തന്നെ ഹൃദയം രക്ഷപ്പെടണം. സലീമായ ഹൃദയം അടിമകളായ ആളുകൾക്ക് വേണം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, നമ്മുടെ നാവും അതുപോലെ തന്നെ ഹൃദയം ശുദ്ധിയാവണം. വിശുദ്ധമായ ഖുർആനിൽ കാണാം. ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം നമ്മുടെ സമ്പത്തോ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കൊരു ഉപകാരപ്പെടില്ല. മറിച്ച് രക്ഷപ്പെട്ട സലീമായ ഹൃദയത്തോടുകൂടെ കിബറോ അഹങ്കാരമോ സൂയമില്ലാതെ ആരാണോ